നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്ന കാര്യം നിങ്ങൾക്ക് പലർക്കും പോലും അറിയില്ല. ഹല്ലേലൂയ. അത് സത്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അനുഗ്രഹം എന്താണെന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് പോലും അറിയാൻ പാടില്ല. ഈ സ്ത്രീ പോലും ചിന്തിച്ചില്ല ഇത്രയും വലിയ അത്ഭുതം നടക്കുമെന്ന്. ശ്രദ്ധിച്ചു, ഇതൊരമ്മയുടെ വിശ്വാസമാണ്. അമ്മയുടെ വിശ്വാസം. അമ്മ എത്ര മക്കൾ പറയുന്ന കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെ, നിങ്ങളാണെങ്കിൽ ചിലരെക്കുറിച്ച് പറഞ്ഞില്ലേ, ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാകട്ടോ ആ മക്കളൊക്കെ രക്ഷപ്പെട്ടു പോയേ. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ 3-4 പേര് കൂടി വർത്തമാനം പറഞ്ഞപ്പം രക്ഷപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു മക്കളെ നോക്കിയിട്ട് പറയും, ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടാകട്ടോ. പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ നാളെ ഒരു സമയത്ത് നിങ്ങൾ അമ്മമാരുടെ മുഖത്ത് നോക്കി പറയാനിടയാകണം, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയെന്ന് പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. മുമ്പേ ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടറാന്ന് പറഞ്ഞ മകൻ, അയാളുടെ ഈ മകൻ്റെ മകൻ CMI അച്ഛന്മാരുടെ ക്രൈസ്റ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്, ബാംഗ്ലൂര്. അപ്പോൾ ആ മകൻ കൊച്ചിനെ നോക്കാനല്ല, എനിക്ക് കിട്ടിയ പോലത്തെ ഒരു ഫോർമേഷൻ കിട്ടാൻ വേണ്ടി അമ്മേനെ കൊണ്ടുപോയി വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അമ്മ മകൾക്ക് നല്ലപോലെ ദൈവത്തെ കൊടുക്കണം, ഒത്തിരി മാർക്കിലല്ല പ്രധാനം, ദൈവത്തെ കൊടുക്കണം. എന്നിട്ട് ഈ മകൻ പറയുന്ന വാക്കാണ്, ഞാൻ ഡോക്ടറായത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ്. എത്ര പേരിങ്ങനെ പറയുന്നറിയാമോ? എനിക്കറിയാവുന്ന വില്ലേജ് ഓഫീസർ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അമ്മയുടെ വിശ്വാസം കൊണ്ടാണ് എനിക്ക് ഈ പദവിയിലെത്താൻ പറ്റിയത്. അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിലയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന അമ്മമാർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഈ വചനം. പക്ഷെ എല്ലാവരും കുറ്റം പറയും, അമ്മയ്ക്ക് എപ്പം നോക്കിയാലും പ്രാർത്ഥനയുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ നാളെ ഒരു സമയത്ത് അവർ തിരിച്ചറിയും അമ്മയുടെ പ്രാർത്ഥനയുടെ വില എന്നാണെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇത് വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. ഇതിനകത്ത് ശരിക്കും വായിക്കുമ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ഉദാഹരണം, അമ്മമാരൊന്നും പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിലോ, മക്കൾക്ക് 4 A+ കിട്ടിയെന്നോർത്ത് ആരും സന്തോഷിക്കാൻ വരരുത്. സന്തോഷിക്കാറായിട്ടില്ല. A+ കിട്ടിയ പലരും ഇന്ന് പലർക്കും തലവേദനയാണ്. പലർക്കും തലവേദനയാണ്. A+ വേണ്ടെന്നല്ല, പഠനത്തെക്കാൾ വലുതാണ് ആൾക്കൊരു ദൈവാനുഗ്രഹമുള്ള അവസ്ഥയിൽ വളരുന്നത് കാണും. എല്ലാത്തിനും A+. അതുപോലെ തന്നെ ഒരു A+ വേണം ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യത്തിലും. അത് ഉറപ്പ് വരുത്തണം നിങ്ങൾ ഓരോരുത്തരും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇന്ന് ചില ചെറുപ്പക്കാർ, വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയാണ്. അവരെ കൊണ്ട് മടുത്തു. എന്താ കാരണം? സ്കൂളിൽ വലിയ മിടുക്കനൊക്കെ ആയിരുന്നേലും ദൈവവുമായിട്ട് ബന്ധമില്ലാതെ കൂട്ടുകൂടി തകർന്ന് തരിപ്പണമായി കല്യാണം കഴിച്ചു. ഭാര്യയ്ക്ക് തലവേദന, അടുത്ത തലമുറയ്ക്ക് തലവേദന, നാട്ടുകാർക്ക് തലവേദന, പള്ളിക്കാർക്ക് തലവേദന, ആർക്കും ഇഷ്ടമല്ല കാണുന്നത് പോലും. പ്രാർത്ഥനയില്ലാത്ത മക്കൾ കുടുംബത്തിന് അനുഗ്രഹമാകില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരു നല്ലൊരു അനുഭവം നിങ്ങളോട് പറയാം. ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന സാറ്, കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, 2 പേരും കോളേജ് അധ്യാപകരാണ്. എന്ന് പറഞ്ഞാൽ മാസാമാസം നല്ലൊരു സാലറി മേടിക്കുന്നവരാണ്. അധ്യാപകരുടെ മക്കളെക്കുറിച്ച് അധ്യാപകർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് നല്ല ടോപ്പ് മാർക്ക് കിട്ടണമെന്ന് അധ്യാപകർക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണത്. അധ്യാപകർക്ക് അധ്യാപകരുടെ മക്കളെക്കുറിച്ച് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മക്കൾക്കൊക്കെ ഭയങ്കര മാർക്കാണ്. അവിടെ അധ്യാപകർ പറയും, ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, നിങ്ങളുടെ മക്കളുടെ അത് ഭയങ്കര ഓർമ്മശക്തിയാണ്, ഭയങ്കര ബുദ്ധിശക്തിയാണ്, അത് നിങ്ങൾക്കറിയുമോ, ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു എല്ലാവർക്കും. പക്ഷേ ഈ കോളേജിൽ പഠിക്കുന്ന അപ്പനും അമ്മയും പിള്ളേരെ ഞായറാഴ്ച അല്ലാതെ ഒരു ദിവസം പള്ളിയിൽ പോലും വിടിയല്ല. കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, ബൈബിളില്ല, ബൈബിൾ വായിക്കാൻ സമ്മതിക്കുകയല്ല. പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഒന്നും എൻ്റെ ഭാവനയിലുണ്ടായ കാര്യമല്ല. ആ വീട്ടിലൊരു അമ്മച്ചിയുണ്ട്. ഈ അമ്മച്ചി 7:30 പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം ഈ മകനും മകൻ്റെ ഭാര്യയും മുറ്റത്തിറങ്ങി നിന്ന് ഷട്ടിൽ കളിക്കും. മുറ്റത്തിറങ്ങി നിന്ന് ഷട്ടിൽ കളിക്കും. ആരെ തോപ്പിക്കാൻ? പ്രാർത്ഥിക്കുന്ന അമ്മേനെ തോപ്പിക്കാൻ. മകൻ കോളേജ് പ്രൊഫസർ, ബുദ്ധിയില്ലാത്തവരല്ല, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് കോളേജിലെ ടീച്ചർ, അവരുടെ മക്കളും കൂടെ നിന്ന്
ഇൻ്റർലോക്ക് ഇട്ട മുറ്റത്ത് നിന്ന് ഷട്ടിൽ കളിച്ച് ചിരിച്ച് ബഹളം വച്ച് അമ്മയുടെ പ്രാർത്ഥനയെ കളിയാക്കും. നല്ല മാർക്കോടെ പഠിപ്പിച്ച് കേരളത്തിൻ്റെ പുറത്തൊരു കോളേജിൽ കൊണ്ടുപോയി മകനെ ചേർത്തു. ആര്? കോളേജിൽ പഠിപ്പിക്കുന്ന സാറും ടീച്ചറും കൂടെ നല്ല മാർക്ക് കിട്ടിയവനെ കൊണ്ടുപോയി ചേർത്തു. 1 വർഷം കഴിയുന്നതിന് മുമ്പ് തമിഴ്നാട് പോലീസ് ഇവനെ തമിഴ്നാട്ടിൽ വച്ച് അറസ്റ്റ് ചെയ്തു. എന്തിന്? 2.25 കിലോ കഞ്ചാവുമായിട്ട്. എന്ത് കാരണത്താൽ? ഇവൻ പഠിപ്പിക്കാൻ വിട്ട കോളേജിൽ ചുരുങ്ങിയ മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. അത് കൂടുതലായി കൊണ്ടുവരാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് അവരുടെ സ്റ്റേറ്റ് KSRTC പോലെ തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സിൽ ഈ കഞ്ചാവ് കടത്തി കോളേജിലേക്ക് കൊണ്ടുവരുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയായി മാറി. ആരോ ഒരാൾ ഒറ്റി, തമിഴ്നാട് പോലീസ് തമിഴ്നാട് ബസ്സേ വെച്ച് ഇവരെ പിടിച്ച് തമിഴ്നാട് ജയിലിലിട്ടു. നല്ല അടിയും കിട്ടി. എല്ലാത്തിനും ഭയങ്കര മാർക്കുള്ളതാണ്. ഇന്ന് അപ്പനും അമ്മയും ഓടി നടക്കുക. ഈ ലോകത്തിൽ ഇനി ധ്യാന കേന്ദ്രങ്ങളിൽ പോകാനില്ല. എല്ലായിടത്തും ഓടി നടക്കുക. എൻ്റെ മകനെ ഒന്ന് രക്ഷിക്കണം, എൻ്റെ മകനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണം, പഠിത്തം പോയാൽ പോട്ടെ. ഇതെപ്പോൾ ഉണ്ടാകേണ്ട ബുദ്ധിയാണെന്നറിയാമോ? ഈ മക്കൾ തകർന്നു പോയതിൻ്റെ കാരണം ആ അമ്മച്ചി പറയും, എവിടെയായിരുന്നു ഇതുങ്ങളൊക്കെ ഇതിനു മുമ്പ്? അമ്മച്ചി പറയും, എവിടെയായിരുന്നു? ഈ കുടുംബത്തിലെ അമ്മമാരുടെ പ്രാർത്ഥന കിട്ടേണ്ട അളവിൽ മക്കൾക്ക് കിട്ടാത്തതിൻ്റെ കുറവാണ് ഈ കുടുംബത്തിൽ ഇപ്പോൾ കണ്ടത്. ആരാന്നറിയാം? ഏറ്റവും ടോപ്പായിട്ട് പഠിച്ച മിടുക്കനാണ്, പക്ഷെ ഒന്നുമില്ലാണ്ട് പൊളിഞ്ഞ് തകർന്നു പോയി. പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ കുടുംബത്തിനും ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയാം. ഒരു സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം മേപ്പാടി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ പോലീസുകാരെല്ലാം കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ ധ്യാനത്തുമായി ബന്ധപ്പെട്ട സ്ഥലമെല്ലാം കണ്ട് അവർ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് കയറി വന്നു. പോലീസുകാരും SI എല്ലാം കൂടെ അകത്ത് കയറി. ഞങ്ങളെ ആരും കാണാത്തതുകൊണ്ട് അകത്തൂടെ കയറി നടക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ കുറേ പോലീസുകാരകത്ത്. അപ്പോൾ പെട്ടെന്ന് പോയി, ഞങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം ചായ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവർ പറയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒരാളെ സംശയമുണ്ട്, അച്ഛന്മാർക്ക് വല്ലതും അങ്ങനെ തോന്നിയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എവിടെ? അതായത് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകൊച്ചിനെയാണ്, ഒരു ക്രിസ്ത്യാനിയായ ഒരു കൊച്ചിനെ അവർക്ക് സംശയമുണ്ടെന്ന്. എന്താ സംശയം എന്ന് ചോദിച്ചാൽ, അവനൊരു അലമ്പ് കേസാണ്, ഫാദർ ശ്രദ്ധിക്കണം, അവന് കള്ളും കഞ്ചാവും ഉണ്ടെന്ന്. ഇവൻ്റെ അപ്പൻ കെട്ടുപണിക്ക് പോകുന്നവനാ, കെട്ടിടം പണിക്ക് പോകുന്ന ആളാണ്. അമ്മ വേറൊരു സ്ഥലത്ത് അടുക്കള ജോലിക്ക് പോകുന്ന ആളാണ്. ഇവൻ അതിലേ പോകുമ്പോൾ ഉണ്ടല്ലോ, അയൽവാസികൾ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വാതിൽ അടച്ചിടും. കാരണം അയൽവാസികൾ പറയാണ്, അവൻ്റെ മുഖം കണ്ടാൽ മുറ്റത്ത് തുപ്പാൻ തോന്നുന്നു. 10ാം ക്ലാസ്സിലെത്തിയിട്ടുള്ള ഒരു ആൺകൊച്ചിനെ കാണും, അവൻ പോകുമ്പം പെട്ടെന്ന് ഏത് മതം വാതിലങ്ങ് അടയ്ക്കും. ഇവൻ പോകുമ്പം ഇതിലെ നടന്നു പോകുമ്പം അപ്പം ഈ പോലീസുകാരൻ പറഞ്ഞതനുസരിച്ച് ഈ അപ്പനോട് ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, ഒന്നിങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു. വഴിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഞാൻ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെയല്ല ചില വിഷമത്തോടെ ഞാൻ പറഞ്ഞു, എന്നോട് ദേഷ്യപ്പെടരുത്, നിങ്ങളുടെ മകനെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്നോട് ദേഷ്യപ്പെടുകയില്ല, സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അവൻ ഇച്ചിരി ഉഴപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പം ആ ചേട്ടൻ 2-3 സ്റ്റെപ്പും കൂടെ വച്ചിട്ട് എന്നോട് പറയുവാ, ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കുന്നത് അവൻ ചത്തുപോകാനാണ്, അതച്ഛൻ അറിയാവോ എന്ന് ചോദിച്ചു. ഇവനെ പിടിച്ചു കെട്ടി അണക്കരെ കൊണ്ടുപോയി കേട്ടോ. ഇപ്പം എന്നാ എനിക്ക് ഇവിടെ കാണുന്നില്ല, ഇപ്പോൾ എവിടെ എന്നാന്നറിയത്തില്ല, എവിടെയോ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പം പറയുവാണ്, അവൻ മരിച്ചു പോകണമെന്നുള്ള വാക്കല്ല ഉപയോഗിച്ചേ, അവൻ ചത്തുപോകണമെന്നാണ് ഞാനും അവളും പ്രാർത്ഥിക്കുന്നത്, അച്ഛൻ ഇതിവിടെ ആരോടും പറയരുത്. അവനെക്കൊണ്ട് മടുത്തു. അടുത്തതാണ്ട് അപ്പം പറഞ്ഞൊരു വാക്ക്, അച്ഛാ അവൻ്റെ പരീക്ഷയായിരുന്നു 2-3 ദിവസം മുമ്പ്. അവൻ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക. ഞാൻ ബസ് 8 മണി ഇറങ്ങി ബസ് പണിയായുധങ്ങളുമായി ബസ്സിൽ ഇറങ്ങുമ്പം അവനും ഒരു കൂട്ടുകാരനും കൂടെ ഫോണും നോക്കി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ബസ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ നിനക്ക് പരീക്ഷയില്ലേടാ ഇന്നെന്ന്. അവൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഈ ചങ്കിൻ്റെ ഈ ഭാഗത്തേക്ക് കൈവച്ചിട്ട്
എന്നെ നാട്ടുകാർ നോക്കി നിൽക്കുമ്പോൾ ഒറ്റ തള്ളു തള്ളി വെച്ചു അവൻ. ഞാൻ റോട്ടിലേക്ക് തെറിച്ചു പോയി. എന്നിട്ട് അവൻ അങ്ങോട്ടും പോയി. ഞാൻ തല താഴ്ത്തി ഇങ്ങോട്ട് പോകുന്നു, നാട്ടുകാരുടെ മുമ്പിൽ നോക്കുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ച്. അവൻ മരിച്ചു പോകാൻ പ്രാർത്ഥിക്കുകയാണ്. മരിച്ചു പോകാൻ പ്രാർത്ഥിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ മകനെ കൊണ്ട് മടുത്തിട്ട് ഈ കുടുംബത്തെയൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ അറിയാം, ഈ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല. മക്കൾ കൈവിട്ടു പോയതിൻ്റെ ഒരു കാരണമാണ് പ്രാർത്ഥനയുടെ വലിയ കുറവ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആരുടെയെങ്കിലും മക്കൾ ഉഴപ്പിയോ വിഷമത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപദേശിച്ച് അവരെ നന്നാക്കാമെന്നുള്ള ആഗ്രഹം വെറുതെയാണ്. പക്ഷേ അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം അവരെ നേരെ കൊണ്ടുവരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ അതുണ്ട്. മറ്റൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ കൂടെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരാൾ. ഒരു ദിവസം ആ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരികയാണ്. എനിക്ക് ഫോൺ കോൾ വരികയാണ് ഒരു 9 മണിക്ക് രാവിലെ. അച്ഛൻ കാറുമായി ഞങ്ങളുടെ വീട്ടിൽ വരണം, പക്ഷെ കാറ് വീട്ടിലേക്ക് കൊണ്ടുവരരുത്, ഒരു 500 മീറ്റർ അപ്പുറത്ത് ഒളിപ്പിച്ചു വച്ചിട്ടേ വരാവുള്ളൂ. ഞാൻ വിചാരിച്ചു ഇതെന്താ അങ്ങനെ, അച്ഛൻ്റെ കൂടെ ആരെയും കൂട്ടരുത്, പെട്ടെന്ന് വരണം. എന്തോ ഒരു അപാകതയുള്ള ഫോൺ വിളി. ബാക്കിയൊന്നും ഇവർ പറയുന്നില്ല. ഞാൻ അന്നേരം ഒരു ധൈര്യത്തിന് ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോയത്. ഒറ്റയ്ക്ക് പോകാനൊരു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി കാറ് കാപ്പിത്തോട്ടത്തിൽ മാറ്റിയിട്ടിട്ട് ഞങ്ങൾ നടന്നു പോകുമ്പം ഇവരുടെ പറമ്പിൻ്റെ തൊട്ട് 2 അപ്പുറത്ത് കർണാടകക്കാർ കാപ്പി പറിക്കുന്ന ഒച്ച കേൾക്കാം. അതായത് ഇപ്പോൾ വയനാട്ടിൽ കാപ്പി പറിക്കുന്ന സീസണാണ്. ഇതുപോലൊരു സമയത്താണ്. അപ്പോൾ ആ വീട്ടിൽ ഞാൻ കയറി ചെന്ന് ഈ എൻ്റെ കൂടെ വന്ന ചേട്ടനെ ഞാൻ ഇച്ചിരി മാറ്റി നിർത്തിയിട്ട് ഞാൻ പോട്ടെ, എന്നാന്ന് അറിയട്ടെ, ചേട്ടൻ ഇവിടെ നിൽക്കണം, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി ഇവിടെ വാതിലടച്ചപ്പം 25 വയസ്സോളം പ്രായമുള്ള മകൾ കഴുത്തിന് ചുറ്റും തോർത്ത് കെട്ടി നിൽപ്പുണ്ട്. വെള്ളത്തോർത്ത്. എന്നെ കണ്ടത് അഴിച്ചപ്പം കഴുത്തിന് ചുറ്റും തൊലിയില്ല, വെളിച്ചെണ്ണ തൂത്തിരിക്കുക മൊത്തം. വെളിച്ചെണ്ണയും കുളിച്ചാൽ നിൽക്കുന്നത് ഇവിടെ താഴേക്ക്. അപ്പം ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ പറയാണ്, ഇവളച്ഛാ ഈ കൊച്ചിനെ കെട്ടുന്ന തൊട്ടിയിൽ കുറച്ചു മുമ്പ് കെട്ടിത്തൂങ്ങി. ഞാൻ ഒച്ച വന്ന് നോക്കിയപ്പം ഞാൻ അടുക്കളയിലെ കത്തി എടുത്തുകൊണ്ട് മുറിച്ച് താഴെ ഇട്ടതാ. അതുകൊണ്ട് ഈ കട്ടിലിൻ്റെ സൈഡിൽ തലയിടിച്ചിട്ട് ഇവിടെ നീരച്ച് കിടപ്പുണ്ട്. ഈ തൂങ്ങിയിട്ട് കഴുത്തേലെ ഫുൾ വട്ടത്തി തൊലി പോയി. അനക്കമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെയോ അലറി കാർ ഈ അമ്മച്ചിക്ക് അറിയാവുന്ന പോലെ എന്തൊക്കെയോ ചങ്ങലിട്ട് ഇടിച്ച് എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി, മരിച്ചില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചേ, അയ്യോ നിന്നെ ഒരു വലിയ പണക്കാരനല്ലേ കല്യാണം കഴിച്ചത്, നിന്റെ ആ കല്യാണത്തിന് ഞാനും വന്നതല്ലേ, നീ എന്തിനാ ഇത്രയും വലിയ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോയിട്ട് നീ എന്തിനാ കെട്ടിത്തൂങ്ങിയത്? അപ്പോൾ ആ വീട്ടിൽ നിന്നൊരു ഡയലോഗ് എന്നറിയോ, അച്ഛാ അപ്പനും അമ്മയും എന്തേരം സ്വത്തുണ്ടാക്കിയിട്ട് എന്നാ കാര്യം, ആ ഉണ്ടാക്കുന്ന സ്വത്ത് മുഴുവൻ നശിപ്പിക്കാൻ ഉഴപ്പനായ ഒരു മകൻ പോരേന്ന്. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഇന്നും മനസ്സിൽ കിടപ്പുണ്ട്. എന്നറിയോ, അപ്പനും അമ്മയും വെയിലും മഴയും കൊണ്ട് തിന്നാതെയും കുടിക്കാതെയും സമ്പത്തുണ്ടാക്കിയിട്ട് എന്നാ അച്ഛാ കാര്യം? അവർ വളർത്തുന്ന ഒരു മകൻ ഒന്ന് ഉഴപ്പിയാൽ പോരെ.